ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിന്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിന്റെ ചാപ്റ്റർ 1 റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളിത് 2-3 ഭാഗങ്ങളായിട്ടായിരിക്കും പഠിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നാഷണലിസം എന്ന് പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത് യൂറോപ്യൻ ഹിസ്റ്ററിയെ തന്നെ മാറ്റിമറിച്ച ഒരു പവർഫുൾ ഫോഴ്സ് ആണ്. മലയാള അർത്ഥം പറയാനാണെങ്കിൽ ദേശീയത. ദേശീയത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു രാജ്യത്തിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ നീയും ഞാനും ഒരേ രാജ്യത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള ജനങ്ങളുടെ ഫീലിങ്സിനെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഈ പറയുന്ന ദേശീയത പണ്ട് കാലത്ത് യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. പണ്ട് ഇപ്പോൾ കാണുന്ന യൂറോപ്പ് ആയിരുന്നില്ല. പല പല നാട്ടുരാജ്യങ്ങളായിട്ട് ചിന്നിച്ചിതറിയാണ് യൂറോപ്പ് കിടന്നിരുന്നത്. അങ്ങനെയുള്ള യൂറോപ്പിനെ ഒരുപോലെ ആക്കാൻ സഹായിച്ച പവർഫുൾ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആ പവർഫുൾ ഫീലിങ്സിനെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ഈ ഐഡിയോളജി 18th and 19th സെഞ്ച്വറി ആയപ്പോഴാണ് യൂറോപ്പിൽ വളരെ ശക്തമായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയത്. അതിൽ പ്രധാനമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഫെഡറിക് സോറിയോയുടെ ഒരു പെയിന്റിംഗ് നോക്കാം. ഫെഡറിക് സോറിയോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളുടെ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ ഫെഡറിക് സോറിയോയുടെ പെയിന്റിങ്ങിലൂടെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡെമോക്രസിയെ കുറിച്ചും റിപ്പബ്ലിക്കിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള സ്വപ്നങ്ങളാണ്. ഇത് നാഷണലിസം ഒക്കെ ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വരുന്നതിന് ഒരുപാട് കാലം മുമ്പാണ് ഫെഡറിക് സോറിയോ ഈ ചിത്രം വരച്ചത്. അദ്ദേഹം വരച്ച ഫോർ പ്രിൻസ് എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ചിത്രമാണ് ഇത്. പാക്ട് ബിറ്റ്വീൻ നേഷൻസ്, അങ്ങനെയാണ് അതിന്റെ പേര്. ഇത് ചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്തോട്ട് മാർച്ച് ചെയ്യുന്ന ലോകരാജ്യങ്ങളെ നമുക്ക് കാണാം. അതിൽ ആദ്യമുള്ളത് US ആണ്, പിന്നീട് സ്വിറ്റ്സർലാൻഡ് ആണ്. അതിനുശേഷം പിന്നീടുള്ള രാജ്യങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. മുകളിൽ ജീസസ് ക്രൈസ്റ്റും ഏഞ്ചൽസും ഉണ്ട്. പിന്നെ താഴെ അധികാരത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഒരുപാട് കിരീടങ്ങളും തലപ്പാവുകളും ഒക്കെ ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മൊണാർക്കി അവസാനിച്ച് ഡെമോക്രസി വരുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ പറയുന്ന ചിന്നിച്ചിതറി കിടക്കുന്ന തലപ്പാവുകളും കിരീടങ്ങളും ഒക്കെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിതിലെ ജീസസ് ക്രൈസ്റ്റിനെ വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അടിമത്തത്തിൽ കിടന്ന ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതാണ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ ഇതിഹാസം പരിശോധിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാലും ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് കൺസിഡർ ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റിനെയാണ്. അദ്ദേഹം യൂറോപ്പിലെ ജനങ്ങളെ മുകളിൽ നിന്ന് അനുഗ്രഹിക്കുന്നതായിട്ടാണ് സൂചന ഈ ചിത്രത്തിലൂടെ അദ്ദേഹം നൽകുന്നത്. പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ഒരു ഫീമെയിൽ ഫിഗറിനായിട്ടാണ് ഫെഡറിക് സോറിയോ വരച്ചിരിക്കുന്നത്. അതിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്. ടോർച്ച് എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റിന്റെ ടോർച്ചാണ്. അതുപോലെ ചാർട്ടർ ഓഫ് റൈറ്റ് ഉണ്ട്. മനുഷ്യാവകാശത്തിന്റെ പ്രതീകമായിട്ടുള്ള ചാർട്ടർ ഓഫ് റൈറ്റും ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കയ്യിലുണ്ട്. ഈ പിക്ചർ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ഒരുപാട് ആളുകൾക്ക് നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്സ് നിറയ്ക്കാൻ സഹായിച്ച ഒരു ചിത്രമായിരുന്നു. ഇതിനെ കുറിച്ചിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് ഫെഡറിക് സോറിയോ വരച്ച ചിത്രത്തിന്റെ സിഗ്നിഫിക്കൻസ്? അത് 1 മാർക്കായിട്ടും വന്നിട്ടുണ്ട്, 3 മാർക്കായിട്ടും വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 1 മാർക്ക് ചോദ്യത്തിനാണ് എഴുതിയിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല, ഒരു 2 പോയിന്റ്സ് എഴുതിയാൽ മതിയായിരിക്കും. പക്ഷേ 3 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫെഡറിക് സോറിയോയുടെ യൂട്ടോപ്യൻ വിഷൻ എന്ന് പറയുന്നത്. യൂട്ടോപ്യൻ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ മാവേലി നാട് എന്ന് പറയത്തില്ലേ, മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന മാവേലി നാട്, എല്ലാവരും സമത്വത്തോടെ കഴിഞ്ഞിരുന്ന നാട്. അതേപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ് യൂട്ടോപ്യൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളുള്ള ഒരു നാടിനെയാണ് ഐഡിയൽ നേഷൻ, അതിനെയാണ് ഫെഡറിക് സോറിയോ യൂട്ടോപ്യൻ വിഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു വിഷനാണ് അദ്ദേഹം പിന്നീട് നാഷണലിസത്തെ കൂടെ പ്രാവർത്തികമാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട് പഠിക്കാം. 1789 ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും റവല്യൂഷന്റെ പാതയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെൻ ഫ്രാൻസ് നീസസ്
ദ റെസ്റ്റ് ഓഫ് ദി യൂറോപ്പ് ക്യാച്ചസ് കോൾഡ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ നിലവിൽ വരുന്നത്. ഇത് പറഞ്ഞത് ഓസ്ട്രിയൻ ചാൻസലറാണ്. ഫ്രാൻസിന് തുമ്മൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ജലദോഷം വരും എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ഒരു കോട്ടിനെ വെച്ചിട്ടും മുൻകാലത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് നാഷണലിസത്തിന് കാരണമായിട്ടുള്ള ഏതാനും വേറെ ചില ഫാക്ടേഴ്സും കൂടിയുണ്ട്. അതിലൊന്നാണ് റൈസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ വരവിന് മുമ്പ് ആകെ 2 ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അരിസ്റ്റോക്രാറ്റും പിന്നെ പെസൻസും. അരിസ്റ്റോക്രാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മിമാർ, ലാൻഡ് ലോർഡ്സ്, അവരും പെസൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെസൻസിനെ ഈ പറയുന്ന അരിസ്റ്റോക്രാറ്റ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. പെസൻസിന് കൃത്യമായിട്ട് വേതനം കൊടുക്കത്തില്ല, കൂടുതൽ ജോലി ചെയ്യിക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ടാക്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ഈ പറയുന്ന അരിസ്റ്റോക്രാറ്റ് കമ്മ്യൂണിറ്റി പെസൻസിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എഡ്യൂക്കേഷൻ വരുന്നത്. ഈ എഡ്യൂക്കേഷൻ കുറച്ചധികം ആൾക്കാർക്ക് ലഭിച്ചതോടുകൂടിയിട്ട് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാകാൻ തുടങ്ങി. മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും വർക്കിംഗ് ക്ലാസ് ആണ്. ടീച്ചേഴ്സ് ഉണ്ട്, അതിൽ ലോയേഴ്സ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് തോന്നി നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, നമ്മൾക്ക് ഒരു ജോലിയുണ്ട്, നമ്മൾ നമ്മളുടെ കഴിവ് കൊണ്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ അരിസ്റ്റോക്രാറ്റിനെ അനുസരിക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താണ്? നമ്മൾ എപ്പോഴും അവരുടെ അടിമകളായിട്ട് കഴിയേണ്ടതിന്റെ കാരണം എന്താണ് എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു ചിന്ത അവര് മറ്റുള്ള ജനങ്ങളിലേക്കും, അതായത് താഴേക്കിടയിലുള്ള ജനങ്ങളിലോട്ട് എത്തിക്കുകയും അവരുടെ ഉള്ളിലും ഈ പറയുന്ന സ്പാർക്ക് എത്തിക്കാൻ സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഫ്രാൻസിലെ റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഫ്രാൻസിലെ റവല്യൂഷണറി ഐഡിയൽസിൽ പ്രധാനപ്പെട്ട 3 എണ്ണങ്ങളുണ്ട്: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ 3 ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും റവല്യൂഷൻ നടക്കുന്നത്. ഈ ഐഡിയോളജി മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നീട് അവിടെയുള്ള ആൾക്കാരും ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന 3 ഫിലോസഫീസ് ഫ്രാൻസിലെ ഒരു നാഷണൽ ഐഡന്റിറ്റി കൂടി ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന 3 ഐഡിയോളജീസും നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഐഡിയോളജീസ് നമ്മളും കടമെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാർ വില്ലേജിൽ നിന്നും പതുക്കെ നഗരങ്ങളിലോട്ട് മാറാൻ തുടങ്ങി. ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങി. വ്യവസായവൽക്കരണം വളരെ സ്ട്രോങ് ആയി. അപ്പോഴും വർക്കിംഗ് ക്ലാസ് ഉണ്ട്. ഈ വർക്കിംഗ് ക്ലാസ്സിന് പിന്നെയും ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരും അവരുടെ ഒരു നാഷണൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവരും പോരാടാൻ തുടങ്ങി. അതും നാഷണലിസത്തിന് വളമായിട്ടുണ്ട്. അടുത്ത് വരുന്ന റൊമാൻറ്റിക് മൂവ്മെന്റ്സ് ആണ്. റൊമാൻറ്റിക് മൂവ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നാഷണലിസത്തിന് നൽകി. അവര് കവിതകളിൽ കൂടിയും കഥകളിൽ കൂടിയും ലഘുലേഖനങ്ങളിൽ കൂടിയും ജനങ്ങളെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ഉള്ളിൽ ആവേശം നിറയ്ക്കാൻ ഈ റൊമാൻറ്റിക് മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. ഫോക്ലോറുകൾക്ക് ജനങ്ങളുടെ ഉള്ളിൽ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു അഭിമാനം ഉണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇത്രയും നല്ലൊരു രാജ്യത്തിന്റെ പൗരന്മാരാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങളുടെ ഉള്ളിൽ എത്തിക്കാൻ ഈ പറയുന്ന റൊമാൻറ്റിക് മൂവ്മെന്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അവർ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടാക്കി, മരിച്ചുപോയ സൈനികരെ കുറിച്ചിട്ടുള്ള വീരഗീതങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പല രീതിയിലും ജനങ്ങളുടെ ഉള്ളിൽ ഒരു കളക്റ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാൻ കാൽപ്പനികതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അടുത്ത് വരുന്ന റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വരുന്നത്. നാഷണലിസത്തിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിൽ ഒരുപാട് പുതിയ ഐഡിയോളജീസ് വന്നു. അതിലൊന്നാണ് ലാ പാർട്ടി ആൻഡ് ലേ സിറ്റിയോൺ. ലാ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർലാൻഡ്. നമ്മളുടെ ഇന്ത്യയെ ഭാരതാംബ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കത്തില്ലേ, അല്ലെങ്കിൽ ഭാരതമാത എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ അവരവരുടെ ലാൻഡിനെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞ രീതിയിൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ലേ സിറ്റിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺ എന്നാണ് അർത്ഥം. എല്ലാ സിറ്റിസണിനും ഈക്വൽ റൈറ്റ് കിട്ടുന്ന ഫാദർലാൻഡ്, അതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷണറീസ് കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. അതിന്റെ തുടർച്ച എന്നുകൊണ്ടും അവര് പുതിയ ഫ്രഞ്ച് ഫ്ലാഗ് കൊണ്ടുവന്നു. മൊണാർക്കിയുടെ സിമ്പിൾ ആയിട്ടുണ്ടായിരുന്ന ഫ്ലാഗ് അവർ ഉപേക്ഷിച്ചിട്ട് ട്രൈ കളർ ഫ്ലാഗ് ഫ്രഞ്ച് റവല്യൂഷണറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എസ്റ്റേറ്റ് ജനറലിനെ അവർ നാഷണൽ അസംബ്ലി എന്നുള്ള രീതിയിലും മാറ്റിമറിച്ചു. ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജേക്കബിൻ ക്ലബ്ബ്.
ജേക്കബിയൻ ക്ലബ്ബ് തുടങ്ങിയത് ഫ്രാൻസിലെ സ്റ്റുഡൻസും മിഡിൽ ക്ലാസ് ആൾക്കാരുമാണ്. ഇവർ രണ്ടുപേരും നാഷണലിസം സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സഹായിച്ച ഒരു വിഭാഗമാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഫ്രാൻസിൽ എന്ത് സംഭവിച്ചു? ഫ്രാൻസിലെ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. റീജിയണൽ ഡയറക്ടറുകളൊക്കെ അവർ മാറ്റിയിട്ട് ഫ്രഞ്ച് ലാംഗ്വേജ് വളരെ ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്തു. പിന്നെ അതുപോലെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. പിന്നെ എലിമിനേറ്റ് കസ്റ്റംസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ എടുത്തു കളഞ്ഞു. പിന്നെ മെഷേഴ്സ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. അങ്ങനെ അവർ ആ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റിമറിച്ചു. ഇതെല്ലാം നാഷണലിസത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചിൽ വന്ന കാര്യങ്ങളാണ്. നാഷണലിസം അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിന്റെ ഒരു ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന്റെ ഭാവി നിർണ്ണയിച്ചത് നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതിന് വളവിട്ടതാകട്ടെ ഫ്രഞ്ച് റെവല്യൂഷനും. അതുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, യൂറോപ്പിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് മാറ്റിമറിച്ചതിൽ പ്രധാന ഏട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡിസ്ക്രൈബ് ദ ഈവന്റ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ വിച്ച് ഹാസ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ബിലോങ്ങിങ് ടു അതർ പാർട്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിലെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫ്രഞ്ച് റെവല്യൂഷനിലെ ഏതാനും ഇവന്റുകൾ പറയാനാണ്. അപ്പൊ അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ജേക്കബിയൻ ക്ലബ്ബ്. ട്രൈക്കളർ ഫ്ലാഗ് കൊണ്ടുവന്നൊക്കെ പറയാം. പിന്നെ അതിലെന്നാലും നമുക്ക് എഴുതാൻ കൂടുതൽ പോയിന്റ്സ് വരുന്ന ജേക്കബിയൻ ക്ലബ്ബാണ്. ജേക്കബിയൻ ക്ലബ്ബ് വളരെ യൂണീക്ക് ആയിട്ടൊരു കൺസെപ്റ്റ് ആയിരുന്നു. അത് സ്റ്റുഡൻസും അതർ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇൻഡിവിജ്വൽസും ആണ് തുടങ്ങിയത്. അവരിലൂടെ നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ് ആർമിയിലോട്ട് വരെ പടരുകയും അത് പിന്നീട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജേക്കബിയൻ ക്ലബ്ബ് തുടങ്ങിയത് ഫ്രഞ്ച് റവല്യൂഷനിലെ വളരെ മഹത്തായ ഒരു ഏടായിരുന്നു. അടുത്ത് വരുന്ന നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ ഫ്രഞ്ച് റവല്യൂഷനിൽ വളരെ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ ആ ചെയ്ത നല്ല കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷന്റെ തലവര തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. അതിലൊന്നാണ് നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. നെപ്പോളിയനിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി, എല്ലാവർക്കും നിയമത്തിന്റെ മുമ്പിൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യുക. പിന്നെ പ്രോപ്പർട്ടിക്ക് റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി, സ്ട്രീം ലൈൻ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നതാണ് നെപ്പോളിയൻ കോഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നെപ്പോളിയൻ ഒരുപാട് സോഷ്യൽ റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഫ്യൂഡലിസം എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ബർത്തിലൂടെ കിട്ടുന്ന അധികാരങ്ങൾ അത് ഒന്നും നെപ്പോളിയന്റെ സ്ഥലത്ത് പാടില്ല എന്നുള്ളത് അദ്ദേഹം കർശനമായിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ ഗിൽഡ് റെസ്ട്രിക്ഷൻ, പെസൻസിനൊക്കെ നെപ്പോളിയന്റെ ഭരണം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻഹാൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം നടത്തിയത് കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം കീഴടക്കിയ രാജ്യങ്ങളിൽ ടാക്സ് വർദ്ധിപ്പിച്ചു. ആ രാജ്യങ്ങളിൽ അധികം ടാക്സ് വർദ്ധിപ്പിക്കുകയും അവിടെയുള്ള ആൾക്കാർക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം അദ്ദേഹം കർട്ടേൽ ചെയ്യുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെ അദ്ദേഹം നിർബന്ധിച്ച് മിലിറ്ററിയിൽ ചേർക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് നെപ്പോളിയൻ കീഴടക്കിയ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് നെപ്പോളിയനോടൊരു താല്പര്യക്കുറവ് വന്നു. അത് അവര് പിന്നീട് നെപ്പോളിയനായിട്ടുള്ള യുദ്ധത്തിന് കാരണമാവുകയും നെപ്പോളിയനെ അവര് വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് നെപ്പോളിയന്റെ ഇറ അവസാനിക്കുന്നത്. ഇനി നമ്മൾ ഭാഗം 1 ഇത്രയും വരെയാണ് പഠിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് ട്രീറ്റി ഓഫ് വിയന്ന നോക്കാം. അതുപോലെ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി, അങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിലായിട്ട് നോക്കാം. നെപ്പോളിയനിക് കോഡിനെ കുറിച്ചിട്ടും മുൻകാലങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ പറയുന്ന പാഠം ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഓൾമോസ്റ്റ് 8 മാർക്കിന്റെ ചോദ്യത്തോളം ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ, പ്രത്യേകിച്ച് ഫ്രഞ്ച് റവല്യൂഷൻ ഏറെ ശ്രദ്ധയോടെ തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്ത സ്ലൈഡ്സിൽ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ട്രീറ്റി ഓഫ് വിയന്ന, റൈസ് ഓഫ് ന്യൂ ക്ലാസ്, അതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. ഇതോടുകൂടി പാർട്ട് 1 അവസാനിച്ചു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നന്ദി.